ജനുവരി മാസം 21 ചൊവ്വാഴ്ച ഹമാസിനെതിരെയുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ച ശേഷം അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തുന്നത്. മുൻകാല ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാടടച്ചുള്ള വെടിവയ്പല്ല ഇസ്രായേൽ ഇക്കുറി പ്രയോഗിക്കുന്നത്. ഇക്കുറി ലക്ഷ്യം വയ്ക്കുന്നത് ഹമാസിന്റെ നേതാക്കളെയാണ്. നേരത്തെ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇക്കുറി ഹമാസിന്റെ നേതാക്കന്മാരെ, ഹമാസിന്റെ തലവന്മാരെ, ഹമാസിന്റെ ഭരണകർത്താക്കളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഖാൻ യൂനിസിന് സമീപമുള്ള നാസർ ആശുപത്രിയിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചത് ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയാണ്. ചെറിയ ആളല്ല, ചെറിയ തലയൊന്നുമല്ല. ഹമാസിന്റെ ലീഡർഷിപ്പിലുള്ള ഏറ്റവും പ്രധാനിയുള്ള ഒരാളായ ഇസ്മായിൽ ബർഹൂമിനെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത്. ഇസ്മായിൽ ബർഹൂം ഹമാസിന് വേണ്ടി സാമ്പത്തിക സമാഹരണം നടത്തുന്നതിൽ പ്രധാനിയായിരുന്നു. ഈ അടുത്തിടെയാണ് ഗാസയിലെ പ്രധാനമന്ത്രിയായി ഇസ്മായിൽ ബർഹൂമിനെ ഹമാസ് നിയോഗിച്ചത്. അപ്പോഴും ഹമാസിന്റെ ഓപ്പറേഷനിലെ പ്രധാനപ്പെട്ട കണ്ണി, ഹമാസിന്റെ സാമ്പത്തിക ശേഖരണത്തിന്റെ മുഖ്യ നേതാവ് ഇതായിരുന്നു ഇസ്മായിൽ ബർഹൂം. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരന്തരം സന്ദർശനം നടത്തുകയും യൂറോപ്പിലുള്ള സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന വ്യക്തി. ഹമാസിന് വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷമാണ് ഇസ്മായിൽ ബർഹൂമിനെ യൂറോപ്യൻ രാജ്യങ്ങൾ നിരോധിച്ചത്, ഉപരോധം ഏർപ്പെടുത്തിയത് ഇസ്മായിൽ ബർഹൂമിന് മുന്നിൽ. അതിനു പിന്നാലെ ഗാസയിലേക്ക് പ്രവർത്തന മേഖല മാറ്റുകയും ഒടുവിൽ ഗാസയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഖാൻ യൂനിസിന് സമീപം നടന്ന ഒരു ആക്രമണത്തിൽ ഇസ്മായിൽ ബർഹൂമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇസ്മായിൽ ബർഹൂമിനെ ഖാൻ യൂനിസിന് സമീപമുള്ള നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇസ്മായിൽ ബർഹൂമിന് പരിക്കേറ്റെന്നോ ഇസ്മായിൽ ബർഹൂം അപകട നിലയിലാണെന്നോ ഹമാസ് ഒരു വിവരവും പുറത്തുവിട്ടില്ല. എന്നാൽ ഈ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ആശുപത്രിക്ക് ഉള്ളിലുള്ള അതീവ സുരക്ഷാ മേഖലയിലുള്ള ഒരു മുറിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയുമായിരുന്നു ഇസ്മായിൽ ബർഹൂം. എന്നാൽ ഹമാസിന്റെയും ഷിൻബെറ്റിന്റെയും ചാരന്മാർ ഈ വിവരം കൃത്യമായി മനസ്സിലാക്കി. അവർ ഈ വിവരം IDF അറിയിക്കുന്നു. IDF ആകട്ടെ അതീവ ശ്രദ്ധയോടുകൂടി ഒരാക്രമണം ഞായറാഴ്ച രാത്രി ഖാൻ യൂനിസിന് സമീപമുള്ള നാസർ ആശുപത്രിയിലേക്ക് നടത്തുകയാണ്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ IDF തങ്ങളുടെ സൈറ്റിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു വശത്തുള്ള ഒരു മുറിയിലേക്ക് മാത്രം അതിശക്തമായ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു, ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു. ആ മുറി ഒന്നാകെ തകരുകയാണ്. ആ മുറിയിലാണ് ഇസ്മായിൽ ബർഹൂം ഉണ്ടായിരുന്നത്. ആ മുറിയിലുണ്ടായിരുന്ന ഇസ്മായിൽ ബർഹൂമും ഒരു സഹായിയും കൊല്ലപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആശുപത്രിയിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും നിരവധി കുട്ടികൾ മരിച്ചുവെന്നും പാലസ്തീൻ അതോറിറ്റി പറയുന്നുണ്ട്. അതുപോലെ പാലസ്തീൻ അനുകൂല മാധ്യമങ്ങളും ചിലതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് IDF ഇക്കാര്യം വ്യക്തമായി പറയുന്നത്. ആക്രമണത്തിൽ ഇസ്മായിൽ ബർഹൂമിനെ മാത്രമാണ് ലക്ഷ്യമിട്ടത്. ഇസ്മായിൽ ബർഹൂമിന്റെ മുറിയിലുണ്ടായിരുന്ന സഹായി മാത്രമാണ് കൊല്ലപ്പെട്ടത്. എത്രത്തോളം കൃത്യതയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കുള്ളത് എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാണ്. യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഗാസയിൽ നടത്തിയതുപോലെയുള്ള സമഗ്രമായ ആക്രമണമല്ല ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ വളരെ കരുതലോടുകൂടി ഇക്കുറി ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ നേതാക്കന്മാരെയാണ്, ടോപ്പ് ലെവൽ ഭരണകർത്താക്കളെയാണ്, പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ്. ഓരോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും ഓരോ ദിവസവും തീർക്കുന്നു. ശനിയാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ ഖാൻ യൂനിസിന് സമീപമുള്ള മറ്റൊരു പ്രദേശത്ത് സലാഹ് അൽ ബർദാവി എന്ന് പറയുന്ന മറ്റൊരു പ്രമുഖ നേതാവ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പൊളിറ്റിക്കൽ വിഭാഗം മേധാവിയുമായ സലാഹ് അൽ ബർദാവിയെ കൊലപ്പെടുത്തിയിരുന്നു. ചൊവ്വാഴ്ച യുദ്ധം വീണ്ടും ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന 4ാമത്തെ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ബർഹൂം. 2021 രൂപീകൃതമായ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയിൽ 20 പേരാണുള്ളത്. ആ 20 പേരിൽ 11 പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇസ്മായിൽ ഹനിയാണ് അതിൽ പ്രധാനി. ഇസ്മായിൽ ഹനിയ മുതൽ ഏറ്റവും ഒടുവിൽ ഇസ്മായിൽ ബർഹൂം വരെയുള്ള 11 പേരെ പല ഘട്ടങ്ങളിലായി 1.5 വർഷത്തിനിടയിൽ ഇസ്രായേലി സേന വധിച്ചു. 7 പേർ ഒളിവിലാണ്, അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയില്ല.
അവർ ഖത്തറിലോ തുർക്കിയിലോ ഏതൊക്കെയോ രാജ്യങ്ങളിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറെക്കുറെയുള്ള സ്ഥിരീകരണം ഇസ്രായേലിനുണ്ട്. അല്ലെങ്കിൽ അവർ ഗുരുതരമായി പരിക്കേറ്റിരിക്കാം. ഇതാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. ഇസ്രായേൽ ഇനി ലക്ഷ്യമിടുന്ന ഹമാസിന്റെ നേതാക്കന്മാരിൽ പ്രധാനികൾ ആരാണ്? ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു നേതാവാണ് ഖാലിദ് മിഷേൽ. ഖത്തറിൽ സ്ഥിരതാമസമാക്കുകയും ഖത്തറിൽ രാഷ്ട്രീയ അഭയം നേടുകയും ചെയ്ത ഖാലിദ് മിഷേൽ ഖത്തറിലിരുന്നു കൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴി കേരളത്തിലെ മലപ്പുറത്ത് മുസ്ലിം യുവജന സംഘടനയുടെ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഖാലിദ് മിഷേൽ കൊടും കുറ്റവാളിയാണ്. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയിൽ അവശേഷിക്കുന്ന ആളുകളിൽ പ്രധാനിയാണ് ഖാലിദ് മിഷേൽ. ഖാലിദ് മിഷേലിനെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ മൊസാദും ഷിൻബെറ്റും അടങ്ങുന്ന ചാരസംഘടനകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി റെയ്ഡ് നടത്തുന്നുണ്ട്. ഖാലിദ് മിഷേലാണ് ഇസ്രായേലിന്റെ അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊരാൾ ഖലീൽ അൽ ഹയ്യ, ഗാസയിലെ ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡറാണ്. യഹിയ സിൻവാർ കൊല്ലപ്പെട്ട ശേഷം ഗാസയിലെ ഹമാസിന്റെ ഓപ്പറേഷനുകൾ നിയന്ത്രിക്കുന്നത് ഖലീൽ അൽ ഹയ്യയാണെന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. യഹിയ സിൻവാറിന്റെ വലം കൈയായിരുന്നു. യഹിയ സിൻവാറിന് ശേഷം ഹമാസിന്റെ നേതാവായി ഹമാസ് ആരെയും അവതരിപ്പിച്ചിട്ടില്ല, ആരുടെയും പേര് പുറത്തു പറഞ്ഞിട്ടില്ല, ആരെയും ആ ഒരു തസ്തികയിലേക്ക് ഹമാസ് അവരോധിച്ചിട്ടില്ല. കാരണം സെക്യൂരിറ്റി ഇഷ്യൂ തന്നെയാണ്. അത്തരത്തിലൊരാളെ അവതരിപ്പിച്ചാൽ അടുത്ത നിമിഷം IDF ആ ആളെ കൊല്ലുമെന്ന് ഹമാസിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഖലീൽ അൽ ഹയ്യയെ യഹിയ സിൻവാറിന് ശേഷം ഹമാസിന്റെ നേതാവായി നിയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും നിലവിൽ ഗാസയിലെ ഹമാസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഖലീൽ അൽ ഹയ്യയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രായേലി സേനയും മൊസാദും ഷിൻബെറ്റുമൊക്കെ ലക്ഷ്യമിടുന്ന മറ്റൊരു പ്രധാന ഹമാസ് നേതാവാണ് ഖലീൽ അൽ ഹയ്യ. ഇസ്രായേൽ ലക്ഷ്യമിടുന്ന മറ്റൊരു ഹമാസ് നേതാവാണ്, ജീവനോട് അവശേഷിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവാണ് മൗസ അബു മർസൂഖ്. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മൗസ അബു മർസൂഖ് ലോകത്തെമ്പാടുമുള്ള ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വ്യക്തിയാണ്. ഖത്തറിലിരുന്നു കൊണ്ട് ഹമാസിന്റെ കോർഡിനേഷൻ നടത്തുന്ന വ്യക്തിയാണ്. ഗാസയിലെ ആക്രമണങ്ങൾക്ക് വേണ്ടി ഫണ്ടും ആയുധങ്ങളും ഒക്കെ ശേഖരിക്കുന്നതിന്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു മൗസ അബു മർസൂഖ്. ഈ 3 പേരെയാണ് പ്രധാനമായും ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിൽ ഖലീൽ അൽ ഹയ്യ ഗാസയിലുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. മറ്റു 2 പേർ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലോ തുർക്കിയിലേക്കോ കടന്നു കഴിഞ്ഞിരിക്കാം. ഖാലിദ് മിഷേൽ പ്രധാനമായും ആഗോള നേതാവായാണ് കരുതപ്പെടുന്നത്. ഖത്തറിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഖത്തറിൽ വർഷങ്ങളായി രാഷ്ട്രീയ അഭയം നേടുന്ന വ്യക്തിയാണ്. ഇസ്മായിൽ ഹനിയയുടെ പ്രധാന വലങ്കൈയായിരുന്നു. ഈ ഖാലിദ് മിഷേലിനെ അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഈ ഹമാസിന്റെ നേതാക്കന്മാരിലേക്ക് യുദ്ധം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ 2ാം ഘട്ട യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ എത്തിച്ചേർന്നത്? അതിനൊരു ലക്ഷ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ഗാസയിലേക്ക് ഒരു ആക്രമണം നടത്തിയപ്പോൾ 2023 ഒക്ടോബർ മാസം 7-ന് ആക്രമണം ആരംഭിച്ചപ്പോൾ ഗാസയുടെ ഭൂമിശാസ്ത്രമോ ഗാസയുടെ തുരങ്കങ്ങളുടെ അവസ്ഥയോ ഗാസയിലെ ഒളിയിടങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഇസ്രായേലിന് അറിയില്ലായിരുന്നു. എന്നാൽ 2ാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോഴേക്കും ഗാസയിലുടനീളം ഇസ്രായേലിന്റെ ചാരന്മാർ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഗാസയിലെ പാലസ്തീനികളിൽ പലരും ഇസ്രായേലിന്റെ ചാരന്മാരായി മാറിയിരിക്കുന്നു. അങ്ങനെ എവിടെയൊക്കെ ആരൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഏത് പള്ളിയിലാണ്, ഏത് ആശുപത്രിയിലാണ് ഹമാസിന്റെ നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്നത് എന്നത് കൃത്യമായി IDF-ന് വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിലേക്ക് IDF തങ്ങളുടെ ആക്രമണം ശക്തമാക്കുന്നു. അങ്ങനെ ഓരോരോ ഹമാസ് നേതാക്കളെ തിരഞ്ഞുപിടിച്ച് വധിക്കുകയാണ് ഇസ്രായേലി സേന. ഹമാസിന്റെ സമ്പൂർണ്ണാന്ത്യം ഉടനുണ്ടാകുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുകയാണ്.